എന്റെ സർജറിക്ക് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആയിരുന്നു. എന്റെ പേര് റീന നമ്പ്യാർ. ഞാൻ സീവുഡ്സിലാണ് താമസിക്കുന്നത്. അപ്പം റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് കഴിഞ്ഞിട്ടും എനിക്ക് മെഡിസിൻസും അവിടുത്തെ ഓയിൻമെന്റ്സും ഇതും ഐ ഡ്രോപ്സ് എല്ലാം തന്നിട്ട് അത്രയും അങ്ങോട്ട് എനിക്ക് കണ്ണിന് ഒരു ക്ലാരിറ്റി പോരായിരുന്നു. വിഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് ക്ലാരിറ്റി പോരായിരുന്നു, സ്പെഷ്യലി എൻ്റെ ലെഫ്റ്റ് ഐക്ക്. അങ്ങനെ ഞാൻ പല ചികിത്സ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആയുർവേദിക്കിലേക്ക് വന്നത്. അപ്പൊ എന്റെ കോട്ടക്കലിലെ ഡോക്ടറാണ് ഡോക്ടർ ഗോകുലൻ സാറിനെ ഇവിടുത്തെ റെഫറൻസ് തന്നതും സുദർശനം വരാൻ കാരണം അതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം എനിക്ക് കണ്ണിന് നല്ല ബെറ്റർമെന്റ് ആയി. എന്നിട്ട് ഞാൻ ഇപ്പൊ ഇന്ന് ദൈവം അനുഗ്രഹിച്ച് ഞാൻ വായിച്ചു, എല്ലാ ലൈൻസും വായിച്ചു, തേർഡ് ലൈനും വായിച്ച് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഇവിടെ. ഇയേഴ്സ് ബാക്ക് എനിക്ക് പോസ്റ്റ് കോവിഡ് കുറച്ച് കണ്ണിന് ഇഷ്യൂസ് വന്നു. ഹാമറേജസ് ആയിട്ടാണ് എൻ്റെ കണ്ണിന്റെ പ്രോബ്ലംസ് തുടങ്ങിയത്. പിന്നെ അതിനുള്ള ചികിത്സയെല്ലാം അവിടെ അലോപ്പതിയിൽ ചെയ്തിട്ട് അത്ര ഒരു സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. പിന്നെ എൻ്റെ കോട്ടക്കലിലെ ഡോക്ടറാണ് എനിക്ക് ഇവിടെ സുദർശനത്തിന്റെ നമ്പർ തന്നതും ഞാൻ ഇവിടെ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു എന്താ പറയാ, പേര് പോലെ തന്നെ സുദർശനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് എക്സ്പീരിയൻസ് ആയത്. ഇവിടെ ഡോക്ടർ തൊട്ട് എല്ലാ സ്റ്റാഫും ഇത്ര കോഓപ്പറേറ്റീവ്. ഡോക്ടേഴ്സിന്റെ ഡെയിലി റൗണ്ട്സ് ഉണ്ടാവും. സ്റ്റാഫ്, ബാക്കിയുള്ള ഇവിടുത്തെ നമ്മുടെ പരിചരണം ചെയ്യുന്നവര്, ക്ലീനിങ് ചെയ്യുന്ന, കുക്കിംഗ് ചെയ്യുന്നവര് എല്ലാവരും ഇത്ര സോഫ്റ്റ് സ്പോക്കൺ, ഇത്ര ഹമ്പിൾ, ഇത്ര ഗ്രൗണ്ടഡ് ആൻഡ് ഡൗൺ ടു എർത്ത് ആണ്. എനിക്ക് തോന്നിയെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. നമുക്ക് പേഷ്യൻസിന് എപ്പോഴും ഒരു രോഗത്തിന് മാറ്റത്തിന് മെഡിസിൻ മാത്രമല്ലല്ലോ ഒരു ഇത്. നമുക്ക് ഏറ്റവും വലുത് നമ്മൾക്ക് കിട്ടുന്ന പരിചരണവും പിന്നെ ആ സ്നേഹമായിട്ടുള്ള കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള വേർഡ്സും അതൊക്കെയാണല്ലോ. അത് ഡെയിലി ബൂസ്റ്റപ്പ് ആയിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത്ര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആക്കി ഐ എം ഫോളിങ് ഷോർട്ട് ഓഫ് വേർഡ്സ്. എനിക്ക് വാക്കുകളില്ല സംസാരിക്കാൻ. അത്രയും നല്ല ഒരു രീതിയിലുള്ള പെരുമാറ്റവും അത്രയും. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ. ഇവിടെ പേര് പോലെ തന്നെ എല്ലാവർക്കും ഒരു ദൈവികമായിട്ടുള്ള ശക്തിയും അത്രയും കൈപുണ്യവും ഉണ്ട്. ഇപ്പൊ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ വന്ന പോലത്തെ ഉള്ള സ്ഥിതിയല്ല. എനിക്ക് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ ഒക്കെ ഞാൻ വായിച്ചു. അങ്ങനെ ഒരു നമുക്കൊരു സെൽഫ് കോൺഫിഡൻസും അധികം തന്നെ എന്റെ ബിൽഡപ്പ് ആയി ഇവിടെ വന്നതിന് ശേഷം. ഓവറോൾ എനിക്ക് കണ്ണിന്റെ കാര്യത്തിൽ വന്നതാണെങ്കിലും എനിക്ക് കാലിന് വെരിക്കോസ് വെയിന്റെയും വേറെയും എനിക്ക് പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബോഡിയിൽ. അതും എല്ലാം വന്നു. പെയിൻ ആയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പൊ ഓവറോൾ ഒരു പെയിൻലെസ് ബോഡി ആയിട്ടാണ് ഞാൻ നാളെ തിരികെ പോകുന്നത്, വിത്ത് സോ മെനി മെമ്മറീസ് ആൻഡ് വിത്ത് സോ മെനി ഹാപ്പിനെസ് ഇൻ മൈ മൈൻഡ്. ഞാൻ അതുകൊണ്ട് സുദർശനം ഹാസ് ബിക്കം എൻ എറ്റേണൽ പാർട്ട് ഓഫ് മൈ ലൈഫ്. താങ്ക് യു സോ മച്ച്.